ഉറങ്ങുമായിരുന്നു ഉറങ്ങുമായിരുന്നു. മൂന്നരക്കല്ലായിരുന്നു കഴിഞ്ഞു. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടുത്തെ ദേവീക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയായിരുന്നു ഇന്ന്. അപ്പം എഴുന്നള്ളത്തുണ്ട് വൈകിട്ട്. അവിടെ എല്ലാം എഴുന്നള്ളത്തിറങ്ങാൻ സമയമായി. അന്നേരമാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. ദേവീക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളത്തിറങ്ങിയാൽ ഇവിടെ വരും. ഇവിടെ ഒരു ചെറിയ കൊച്ചമ്പലമുണ്ട്. കൊച്ചമ്പലം എന്നാണ് പൊതുവെ പറയുന്നത്. ഋഷികേശൻ്റെ പ്രതിഷ്ഠയാണ് കേട്ടോ. നമ്മുടെ ഇവിടുന്ന് 2 മിനിറ്റ് അങ്ങോട്ട് നടന്ന അമ്പലമാണ്. അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലായിടത്തും വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പാട്ടൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ ഇന്ന് പെരുന്നാൾ സ്പെഷ്യലൊക്കെ എനിക്കും കൊച്ചോട് കൊണ്ടു തന്നു. ഉച്ചയ്ക്ക് ഞാൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇച്ചിരി കഴിച്ചു. ബാക്കി ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ച്. പിന്നെ വൈകിട്ട് വീണ്ടും അവർക്ക് കിട്ടി. അപ്പോൾ വീണ്ടും എന്നെ വിളിച്ചു, അവർക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അവിടെ പോയി അതും നെയ്ച്ചോറും കറിയൊക്കെയാണ്, അത് മേടിച്ചുകൊണ്ട് പോരുന്നു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി പാല് മേടിച്ചു. എനിക്ക് ഇന്നിമ്മണി പായസം കുടിക്കാൻ ഭയങ്കര ആഗ്രഹം. പായസം മിക്സ് ഇരിപ്പുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് പാല് മേടിച്ചുകൊണ്ട് വന്നത്. നോക്കട്ടെ. പിന്നെ ഒരു കവർ ചിപ്സ് മേടിച്ചു, ഏത്തക്ക. അപ്പോൾ ഇന്ന് അത്താഴത്തിന് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല എന്നുള്ളതിൻ്റെ പ്രിയങ്ങൾക്ക് ഏകദേശം മനസ്സിലായാലും അതാണ് കേട്ടോ. ഇതൊക്കെ മതി. എനിക്ക് ചോറ് ഇരിക്കണം, എനിക്ക് ചോറുണ്ണണം. ഉച്ചയ്ക്ക് ഞാൻ ഈ നെയ്ച്ചോറ് കഴിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു പ്രിയങ്ങളെ. ഞാൻ അവിടെ കൊണ്ടുവന്നതിൻ്റെ പകുതി ഭാഗമേ കഴിച്ചോളൂ. ഈ പാത്രത്തിലാണ് കൊണ്ടുവന്നത്, കുഞ്ഞു പാത്രത്തിൽ. അതിൻ്റെ പകുതി കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഞാൻ മയങ്ങിയിരിക്കുമായിരുന്നു. അപ്പോൾ മോനിക്കുട്ടനെ ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ട്യൂഷൻ കഴിഞ്ഞ് വന്ന് കാണും. അമ്മമ്മയുടെ അടുത്ത് ഇരിക്കായിരിക്കും. വിളിക്കാൻ പോയതാണ്. ഇന്നലെ എന്നോട് പറഞ്ഞായിരുന്നു പയർ കൊണ്ടുപോകും, മെഴുക്കോട്ട് വെക്കാൻ. ഞാൻ പറഞ്ഞ അമ്മ വെച്ചാൽ മതി എന്ന് വെച്ചാൽ അരിഞ്ഞിട്ട് ഉപ്പ് പറ്റിച്ച് വെക്കത്തില്ല, അങ്ങനെ വെച്ചിരുന്ന ഞാൻ എടുത്തോളാം. ഇന്ന് കണ്ടുന്നൊരു വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട്, അത് ഓരം വെച്ചു. അപ്പോൾ പിന്നെ പയർ മെഴുക്ക് വരട്ടിയില്ല, വേവിച്ച് വെച്ചേക്കുന്നു. അപ്പോൾ അത് കൊടുത്തു വിടുന്ന കാര്യം ചോദിക്കാൻ വിളിച്ചതാണ്. അപ്പോൾ ഞാൻ ഒന്ന് കുളിച്ച് ജപിച്ചൊക്കെ വരട്ടെ. പായസം മിക്സ് ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഉണ്ടെങ്കിൽ നമുക്ക് പായസം വെക്കാം. ഡേറ്റ് നോക്കട്ടെ, ഡേറ്റൊക്കെ ഉണ്ട്. നമുക്ക് വെച്ച് നോക്കാം ഇതെങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇതിനകത്ത് ഇനി പാല് മാത്രം മതിയോ, വേറെ വല്ലതും ചേർക്കണോ? ഒരു പപ്പടവും മേടിച്ചിട്ടോ. നാളെ നമ്മൾ ചിലപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കും. ഒത്തിരി ദിവസമായി ഉപ്പുമാവ് കഴിച്ചിട്ട്. പഴമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ച് പഴം വേണ്ടാത്തവർക്ക് പപ്പടം കൊടുക്കാം. ഇന്നും കണ്ടുകൊണ്ട് പപ്പടവും മേടിച്ചു. നിന്നെ ഏൽപ്പിച്ചേക്ക് പോന്നോടാ. നമ്മുടെ വെബ്സൈറ്റ് ചാറ്റ്ജിപിടിയിലും ജിമെയിലും സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നെയ്ച്ചോറും ബീഫ് കറിയോ? ബീഫാ? അത് ബീഫാ. മറ്റേ ഇന്ന് വൈകിട്ട് തന്നെ മുഖം കഴിയെടുത്തിരി. മോൻ കുളിച്ചതല്ലേ? എഴുന്നള്ളത്ത് ഇവിടുത്തെ അമ്പലത്തിൽ വന്ന് കേട്ടോ. ഇത്ര അടുത്ത റോഡ് കേട്ടോ. ഇതുകൊണ്ട് വണ്ടി വരുന്നുണ്ട്. ആ ആ നമുക്ക് പായസം വെക്കാം. അമ്മ മെഴുക്ക് പുരട്ടിക്ക് കോവയ്ക്കയും പയറും കൂടെ ഉപ്പ് മഞ്ഞളിട്ട് വേവിച്ചതാ കേട്ടോ. നമുക്കിനി എണ്ണ ഒഴിച്ച് പുരട്ടിയെടുക്കണം. പിന്നെ
എന്താണ് ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു, വാഴക്കൂമ്പ് തോരൻ വെച്ച പയറും ചേർത്ത്. പാല് തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ പായസം മിക്സ് അതിനകത്തോട്ട് കമത്തണം, ഇളക്കണം, വേവിക്കണം, കുടിക്കണം. ഉപ്പിൻ്റെ ആയിരിക്കും. പൊട്ടിച്ച് 2-3 കഷ്ണം കഴിച്ചു. ഏത്തയ്ക്ക ഉപ്പേരി ഇഷ്ടമുള്ളവരൊക്കെ. എൻ്റെ കാലിൻ്റെ ഈ എന്താ പറയുന്നത്, ഇടത്തെ കാലിൻ്റെ വെള്ളയ്ക്ക് ഭയങ്കര വേദനയാണ് പ്രിയങ്ങൾ. എന്തുവാ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നടക്കുമ്പോഴൊക്കെ എല്ലിന് എന്താണ്ട് പറ്റിയ പോലെ വേദനയാണ്. എന്തോ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ കാലിന് മാത്രം ആ വേദന. വൈറ്റമിൻ D3 ഞാൻ പറഞ്ഞുണ്ട്. ഞാൻ വൈറ്റമിൻ D3 ഓൾറെഡി കഴിക്കുക. പിന്നെ അങ്ങനെ അതിൻ്റെ ആണെന്ന് പറയുന്നത്. എവിടെയെങ്കിലും തട്ടുവോ മുട്ടുപോലും ചെയ്തു അറിയത്തില്ല. എല്ലിനാണ് വേദന, എല്ലിന്, അല്ലാതൊന്നുമല്ല കേട്ടോ. ഇതിന് ഭയങ്കര മധുരമായിരിക്കും. അപ്പം ഞാനിതാണ്ട് ഇതുപോലെ ഒരു അരിപ്പയ്ക്കകത്തോട്ട് ഇതിങ്ങനെ ഒന്ന് കുറച്ച് പഞ്ചസാര ഇടഞ്ഞ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. നമ്മുടെ ഇഡലി പാത്രത്തിൻ്റെ അരിപ്പയില്ലേ, അതായത് കേട്ടോ. പാല് തിളച്ചു. അതിനകത്തോട്ട് ഞാൻ അത് മിക്സ് അങ്ങ് ഇട്ടേ നോക്കാം, വേവട്ടെ. ദീപാരാധനയുടെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. നമ്മളതിനകത്തുനിന്ന് അരിച്ചെടുത്ത പഞ്ചസാരയാണിത് കേട്ടോ. ഇത്രയും ഉണ്ടായിരുന്ന അധികം കണ്ടോ. പക്ഷെ നല്ല മധുരമുണ്ട്. ഇത്രയും മാറ്റിയിട്ടും നല്ല പായസത്തിനും വേണുന്നതിനേക്കാളും നല്ല മധുരമുണ്ട്. നമ്മളത് എടുത്ത് ഇത്രയും അധികവുമാണ്. ഇനി ഇതിപ്പം വല്ല കൊഴുക്കട്ടയോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിനകത്തിട്ട് ഇളക്കി അങ്ങ് ഉണ്ടാക്കാം. കുറുകട്ടെ, കുറച്ചുകൂടെ കുറുകിയിട്ട് നമുക്ക് എടുക്കാം. വെന്ത് കേട്ടോ. ഇമ്മിണി പായസം എവിടെയെങ്കിലും വലിയൊരു ചരുവ് എടുത്ത് വെച്ചത് പാല് തിളച്ച് പോകും. എനിക്ക് പേടിയാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് കണ്ണ് തെറ്റിയാൽ പോയത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ പാത്രം എടുത്ത് വെച്ചത് കേട്ടോ. പക്ഷേ പായസം ഇച്ചിരിയേ ഉള്ളൂ. ഞാനിപ്പം ഇത് കണ്ട തീ കുറയ്ക്കുമ്പം കണ്ടോണം. ഇത്രയേ ഉള്ളു. നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട്. എമ്മിണി തണുത്തിട്ട് കുടിക്കാം അല്ലേ. നിർത്തട്ടെ, ഗ്യാസ് നിർത്തട്ടെ. പായസമൊക്കെ വാങ്ങി വെച്ചത് കാണാനും വേണ്ടി ഇല്ല, നമുക്ക് കുടിക്കാം. ചെറിയ ചൂടോടെ കുടിക്കാം. അതല്ലേ എൻ്റെ ഒരു രസം. തിളച്ച ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപോലത്തെ ഗ്ലാസ് ഒന്നും എടുത്തത് ഇരിപ്പില്ല. ഞാൻ ഇവിടെ എല്ലാം നോക്കി, ഒരു ഷോയൊക്കെ കാണിക്കാമെന്ന് നോക്കി. പക്ഷെ പാത്രങ്ങളെല്ലാം നമ്മൾ അതേപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുള്ളൂ. ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. ഇല്ല പ്രിയങ്ങളെ, നോക്കാൻ പോയാൽ എനിക്ക് വയ്യ, പൊടിയ. അതുകൊണ്ട് നമുക്ക് ഉള്ള ഗ്ലാസ്സിലൊക്കെ ഐസ് ഒഴിക്കാം. മധുര അമ്മ അതിനകത്തുനിന്ന് ഒത്തിരി പഞ്ചസാര മാറ്റിയേക്കളെ, ഇടഞ്ഞു മാറ്റി അവിടെ മാറ്റി വെച്ചേക്കും. ഭയങ്കര മധുരം അല്ലയോ? അയ്യോ, അപ്പൊ അത്രയും കൂടി ഇട്ടായിരുന്നെങ്കിലും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പോയെന്ന്. മോനിക്കുട്ടന് കേരള ബാങ്കിലായിരുന്നു അക്കൗണ്ട്. അപ്പോൾ ഒരു കുഞ്ഞിലത്തെ ഫോട്ടോ ആയിരുന്നു ഇന്നലെ വരെ ഒട്ടിച്ചിരുന്നത്. അപ്പോൾ ബുക്കെല്ലാം അപ്ഡേറ്റ് ആയി, KYC ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് പുതിയ ബുക്ക് തന്നെ. അപ്പോൾ എൻ്റെ കയ്യിൽ മോനിക്കുട്ടൻ്റെ ഈ ഒരു ഫോട്ടോ ആയിരുന്നുള്ളൂ. അത് ഞാൻ കൊടുത്ത് അതിനകത്ത് അത് ഒരു കുറച്ചുകൂടെ പ്രായമുള്ളത്
ഇത് അപ്പോൾ എനിക്കൊരു അക്കൗണ്ട് വേണമായിരുന്നു. അപ്പം എനിക്ക് അക്കൗണ്ട് എടുത്തപ്പോൾ ഫോട്ടോ ഇല്ലായിരുന്നു. ഇന്നലെ കുഞ്ഞൊരു ഫോട്ടോ എടുത്തേ കണ്ടോ, ഓരോ മാറ്റങ്ങൾ. ഇത് കുറേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. മറ്റേ ഓരോ പ്രായത്തിലുള്ളത്, SSLC ബുക്കിൽ ഒട്ടിക്കാനുള്ളത്, പിന്നെ +1 +2 പരീക്ഷയുടെ, അങ്ങനെ ഓരോ സമയത്തും എടുത്ത കുറച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ ഇരിപ്പുണ്ട്. അത് വെച്ച് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. 8:30 കഴിക്കുന്നില്ലയോ? ബാ മോനുകുട്ടോ. നെയ്ച്ചോറാട്ടോ, ഇതിനകത്ത് കറി വെച്ചിരുന്നതാ, കുഴി. അതേണ്ട് കറി ഇരിക്കുന്നു. അപ്പോ വേറെ ചോറ്, മന്തി റൈസാണ്. നെയ്ച്ചോറ് മാത്രമല്ല, അതെ മന്തിച്ചോറും ഉണ്ട്. മന്തിയാണോ? ആ മന്തിച്ചോറാന്ന് തോന്നുന്നത്. എന്തേലുമൊക്കെ കഴിക്കും. മന്തിയാന്ന്. എനിക്കിന്ന് അധികം കറികളൊന്നുമില്ല. മീൻ വറുത്തതും തോരനും, തൈരുണ്ട്. തീയലുണ്ടോ എന്ന് നോക്കട്ടെ. തീയലുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഉള്ളു കേട്ടോ. ചോറ് വിളമ്പി. ഇത് വാഴക്കൂമ്പ് തോരൻ വെച്ചത്. മീൻ വറുത്തതുണ്ടായിരുന്നു 2 കഷ്ണം, അതെടുത്തു. എഴുന്നള്ളത്തിൻ്റെ മേളമൊന്നും കഴിഞ്ഞില്ല, കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ അത്താഴം റെഡി. കഴിക്കട്ടെ. നാളെ കാണാം കേട്ടോ. ടാറ്റാ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.